നമസ്കാരം. നമസ്കാരം. അതായത് മുഖ്യമന്ത്രിയെ തെരഞ്ഞ് നടക്കുകയാണ് ഹൈക്കമാൻഡ്. 10 ദിവസമായിട്ടും യാതൊരു അനക്കമില്ല. അതേസമയം തമിഴ്നാട്ടിൽ 25 ADMK MLA അവിടെ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് 144 വോട്ടോട് കൂടിയിട്ട് അവിടെ വിശ്വാസ വോട്ട് നേടിയിരിക്കുകയാണ്. ബംഗാളിൽ അവിടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് ബാക്കി ചടങ്ങ് നടക്കുന്നു. പുതുച്ചേരിയിൽ നടക്കുന്നു. ആസാമിൽ അതെല്ലാം കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ മാത്രം ഇതുവരെ ആയിട്ടില്ല. അതായത് UDF അധികാരത്തിലെത്താൻ വേണ്ടി കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസായി പ്രവർത്തിച്ച ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെയൊക്കെ കടത്തി വെട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? ആ പ്രോസസ്സിനെ കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. ഈ KPCCയുടെ കാര്യമല്ല, CBIയുടെ ഡയറക്ടറെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള കമ്മിറ്റി ഡൽഹി കൂടി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള വാർത്ത. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, സുപ്രീം കോടതി ജഡ്ജിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. ഇവരൊക്കെ കൂടെ ചേർന്നാണ് CBIയുടെ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നത്. രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുത്തില്ല. പകരം ഒരു ഡിസെൻഡിങ് നോട്ട്, വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തു. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത്, നിങ്ങളെല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാം പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് ആരെ ആക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് ഈ നാടകം വേണോ എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി മോഡിയോട് ചോദിച്ചത്. ഇതേ ചോദ്യം രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലിനോടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുകയാണ്. നിങ്ങൾ നേരത്തെ തന്നെ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ബാക്കി MP മാരും മത്സരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരുമായി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരാണല്ലോ, അവർക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി വേണുഗോപാലിന് വേണ്ടി മാത്രം രണ്ടാമത് അവസരം വന്നപ്പം വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചതി, പ്രവർത്തകരോട് ഇങ്ങനെ ചതിയായിട്ടത് മാറി. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം മാത്രം എടുത്താൽ മതി. ഇവരൊരു നാടകം കളിക്കുക. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മറ്റേ അജയ് മാക്കനും മുകുൾ വാസനിക്കും എല്ലാം ചേർന്ന് ദീപാദാസ് മുൻഷി എല്ലാം കൂടെ ചേർന്നൊരു നാടകം. ആ നാടകത്തിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്ന ദുര്യോഗം. ഇതെവിടെ ചെന്നാൽ പിടിച്ചാൽ കിട്ടുമോ? 10 വർഷം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജനരോഷമുണ്ട്. അതിനേക്കാൾ മറികടക്കുന്ന വിധത്തിലുള്ള ജനരോഷമാണ് ഇപ്പോൾ UDF MLA-മാർക്കെതിരെ MP-മാർക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും ജനങ്ങൾ കാണിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്നലെ ബെന്നി ബെഹനാനെ തടഞ്ഞു വെച്ചു അവിടെയുള്ള കോൺഗ്രസ് അണികൾ എന്നുള്ളതാണ് പുറത്തു വന്നത്. അഭിജിത്തിനെ ഇവിടെ MLA നാദാപുരത്ത് തടഞ്ഞു. ഇവിടെ കൊയിലാണ്ടിയിൽ പിന്നെ കോഴിക്കോട് പ്രസിഡന്റ് പ്രവീണിനെ തടഞ്ഞു വെച്ചു. കേരളത്തിന് എല്ലാ ഏറ്റവും അധികം അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെയും അവരുടെ ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പതിച്ചു എന്നുള്ള നിലയിലേക്കാണ് പോണത്. ഇതിൻ്റെ ഇടയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ ചേർത്തുകൊണ്ട് ഇന്ന് നടത്തിയ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത്. അതൊന്നും നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോൾ മങ്കടയിൽ പോകാനുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഇനി ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ ഇപ്പോൾ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ പീരീഡല്ലേ. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. ഡൽഹിയിൽ നിന്ന് തന്നെ തീരുമാനം വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ?
അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ പിന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം തീരുമാനം വൈകൂലല്ലോ, അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ, എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. മുഖ്യമന്ത്രി ചർച്ചയിൽ ആ കാര്യങ്ങളും തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മന്ത്രിസ്ഥാനം, ലീഗിന്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നീട് ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടുത്തി. ഇനി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചർച്ചയിൽ വി ഡി സതീശനാണോ ലീഗ് പിന്തുണക്കുന്നത്? കേട്ടല്ലോ, അതിൽ വളരെ അസന്നിഗ്ധമായി പറയുന്നുണ്ട് അദ്ദേഹം. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരട്ടെ, അതിനുശേഷമാകാം ഞങ്ങളുടെ നിലപാട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എതിരായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരട്ടെ, അദ്ദേഹം ഹൈക്കമാൻഡിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ല, ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല. അല്ല, ഹൈക്കമാൻഡ് എങ്ങനെയാണ് തീരുമാനം എടുത്തത്? ഹൈക്കമാൻഡ് ഇവിടെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ, ഇതുവരെ ഇവിടെ എടുത്തിട്ടില്ല. അവിടെ ഹൈക്കമാൻഡ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, വേണുഗോപാൽ ഈ നമ്മൾ ചില പത്രക്കാരും സ്തുതിപാടനും ടി പത്മനാഭനെ പോലുള്ള സാഹിത്യ നായകന്മാരും ഒക്കെ പറഞ്ഞു വെച്ചാണെങ്കിൽ വേണുഗോപാൽ സർവശക്തനാണ്, ഡിഫാക്ടോ ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും അല്ല. എങ്കിൽ എന്തുകൊണ്ട് ഇത്ര ശക്തനാണെങ്കിൽ എന്തുകൊണ്ട് വേണുഗോപാലിൻ്റെ പേര് അനൗൺസ് ചെയ്യാൻ നേരത്തെ ചുണ്ടു വിറയ്ക്കുന്നു, നാവ് വിറയ്ക്കുന്നു? എന്താ ഇതുവരെ അനൗൺസ് ചെയ്യാത്ത? അത്ര ശക്തനാണ് പോടാ പുല്ലെന്ന് പറഞ്ഞ് ചെയ്യത്തില്ലേ? ഇപ്പോൾ കെ വി തോമസ് പോയി, പി സി ചാക്കോ പോയി, സരിൻ പോയി, അതുപോലെ ഇയൊക്കെ പോകത്തില്ലേ? സതീശനോട് പോടാ പുല്ലെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യണം. അതാണ് ആണത്തമുള്ള ഹൈക്കമാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന കലാപരിപാടിയാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവർ ഇടഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ കൊമ്പനമാതിരി തന്നെയാണ്. അത് വലിയ പ്രശ്നമായി തരും UDF എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാടും ജയിച്ചു പോകുന്നത്. അല്ലാതെ വേറെ ആരും കോൺഗ്രസിൻ്റെ മാത്രമുള്ള പിന്തുണ കൊണ്ടല്ല. അപ്പം അതേപോലെ മലബാർ മേഖല മുഴുവൻ ഒരൊറ്റ സീറ്റിൽ അവരെ സഹായം ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കില്ല. തെക്ക് ഭാഗത്തേക്ക് എറണാകുളം തുടങ്ങി അങ്ങോട്ട് കോൺഗ്രസിന് ജയിക്കുമായിരിക്കാം. പക്ഷേ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഏരിയയിൽ ഒരു സ്ഥലത്ത് ജയിക്കണമെങ്കിൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ സഹായം വേണം. അങ്ങനെയുള്ള സ്ഥലത്ത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം, അവർ പറഞ്ഞ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരട്ടെ, അപ്പം അത് അനുകൂലമല്ലെങ്കിൽ എന്നുള്ളതിന് അപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളും ആലോചിച്ച് തീരുമാനിക്കും. അതിനർത്ഥം വേണോ വേണ്ടയോ? ഞങ്ങൾക്കൊരു ഹൈക്കമാൻഡ് ഉണ്ട്, പണക്കാട്. അദ്ദേഹത്തെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മോഡിഫൈ ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ്. ഏറ്റവും ഒരു ഇരുണ്ട പശ്ചാത്തലം വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് 1967 EMF മന്ത്രിസഭയുടെ ഭാഗമായി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് എത്തി വളർന്നു വന്ന് ഒരു സെക്കുലർ മുസ്ലിം ലീഗായിട്ട് മാറുന്നതിൻ്റെ ലക്ഷണമാണ് തസ്ലിയയുടെ അവിടുത്തെ പേരാമ്പ്രയിലെ വിജയം. ആ എക്സ്റ്റെൻറ്റ് വരെ വളർന്നു വന്ന, സാംസ്കാരികമായും രാഷ്ട്രീയമായിട്ടും വളർന്നു വന്ന മുസ്ലിം ലീഗ് പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന മുസ്ലിം ലീഗ്, പക്വതയുള്ള നേതാക്കന്മാർ, അല്ല മറ്റേത് പാർട്ടിയേക്കാൾ കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിലെ സ്റ്റെബിലൈസിങ് ഫോഴ്സ്, അല്ലെങ്കിൽ ഈവൻ സാമൂഹിക പ്രശ്നങ്ങളിലെ സ്റ്റെബിലൈസിങ് ഫോഴ്സായിട്ട് മുസ്ലിം ലീഗ് മാറി. കേരളത്തിലെ ഏത് പാർട്ടിയേക്കാൾ ഉറപ്പോടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള MLA-മാർ 55,000, 62,000, 63,000 അതിനെയൊക്കെ RSSകാരുടെ സ്റ്റൈൽ ജാതി പറഞ്ഞോ മതം പറഞ്ഞോ ഒക്കെ കുറ്റപ്പെടുത്താം. എന്നാൽ പോലും ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പോറലെങ്കിലും ഏറ്റിട്ടുണ്ടോ? അതിനൊക്കെ കൂടുതൽ പോറൽ വെള്ളാപ്പള്ളിയുടെ സ്നേഹിപ്പിക്കുന്നുണ്ട്, ഓരോ മണിക്കൂറിൽ ഏൽപ്പിക്കുന്നുണ്ട്. ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായിരിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന്, തങ്ങളുടെ ഭാഗത്തുനിന്ന്, മുഹമ്മദ് ബഷീറിൻ്റെ ഭാഗത്തുനിന്ന്, മുനീറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു തെറ്റായ. അപ്പം അവരുടെ ഈ നിലപാടിനെ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അല്ല, അവരുടെ നിലപാടിനെ അവഗണിക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പ് തയ്യാറാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മരമണ്ടന്മാരുടെ ഒരു ഗ്രൂപ്പാണ് കോൺഗ്രസ് എന്ന് വിചാരിക്കും. അതായത് കോൺഗ്രസ് പേടിക്കണം, ഇവരുടെ നിലപാട് കോൺഗ്രസ് ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ VD സതീശന് മുഖ്യമന്ത്രിയായി കൃത്യമായി പ്രഖ്യാപിച്ച ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് പേടിക്കണം എന്നുള്ളത് തന്നെയല്ലേ എൻ്റെ അർത്ഥം? അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. വയനാടും മലപ്പുറവും
പത്തനംതിട്ടയൊക്കെ എല്ലാ സീറ്റിലും കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞ് അർമാദിക്കുമ്പോൾ നാളെ നേരെ മറിച്ച് തന്നെ വേണം മുസ്ലിം ലീഗ് കൈവിട്ടാൽ എത്ര സീറ്റുകൾ ഒറ്റയടിക്ക് നഷ്ടപ്പെടുവർക്ക്? ഞാൻ കോഴിക്കോടുകാരനായതുകൊണ്ട് എനിക്ക് മലബാറിലെ നാടിമിടിപ്പ് കൃത്യമായി അറിയുന്നതുകൊണ്ട് കാസർഗോഡ് മുതൽ പാലക്കാട് ഒരൊറ്റ സീറ്റ് കോൺഗ്രസിന് കിട്ടില്ല. ഒന്ന് വേറൊന്നും ആലോചിക്കണ്ട. ഇന്ന് ഒരു ഇലക്ഷൻ നടന്നാൽ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഒരു ഇലക്ഷൻ നടന്നാൽ എന്തായിരിക്കും ഫലം? ഒരു 25 സീറ്റെങ്കിലും കണ്ണടച്ച് തുറക്കുന്ന മുസ്ലിം ലീഗുടെ മുന്നണി സപ്പോർട്ട് ചെയ്താൽ പോലും 25 സീറ്റെങ്കിലും ഇപ്പോൾ നഷ്ടപ്പെടും. ആ 25 സീറ്റും ആൻറ്റി രാഹുൽ ഗാന്ധി, ആൻറ്റി വേണുഗോപാലാണ്. ആ 25 സീറ്റ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്താനുള്ള കളികൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്തുന്നത്. ലീഗിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. വേണുഗോപാലോ മറ്റാരെങ്കിലോ ഏതോ ഒരു ട്രോജൻ ഫോഴ്സ്, കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ട്രോജൻ ഫോഴ്സ് മോഡിയുടെ ട്രോജൻ ഫോഴ്സാണ്. മോഡി കോൺഗ്രസിലേക്ക് കടത്തിവിട്ടിരിക്കുന്ന ട്രോജൻ ഫോഴ്സാണ്. ഓരോ സംസ്ഥാനവും ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുക. ബംഗാൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര ഇതെല്ലാം തകർത്ത് ചെവിട് തന്നെയാണ്. കോടൊന്ന് ചെവിടുന്നു. കേരളവും തകർക്കാനുള്ള ഇത്രയധികം സുതാര്യമായി ഇലക്ഷൻ നടന്ന് നേതൃത്വം ഉണ്ടായിട്ടുള്ള കേരളത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചുള്ള MLA-മാരുണ്ടായിട്ട്, നേതാവുണ്ടായിട്ട്, ആ നേതാവിനെ പിടിച്ച് ധൈര്യപൂർവ്വം ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടമില്ലായ്മ അത് ആ പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അല്ല, അവർക്കറിയാം ഇവർ കൊണ്ടുവരുന്ന നേതാവെന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതെല്ലാം നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് പറയും പൂച്ചയെ തപ്പുകയാണ്, ഇരുട്ട് മുറിയിൽ കറുത്ത പൂച്ചയെ തപ്പുക, നമ്മളെ കാണിക്കുക. ഇതേ മുല്ലപ്പള്ളിയായിട്ട് ചർച്ച ചെയ്തു, സുധീരനായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടെ കൺസെൻസസ് അനുസരിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അംഗീകരിക്കേണ്ട ഒരു പ്രസ്താവന നടക്കണം, പ്രതീക്ഷിക്കാം. പക്ഷെ അതിൻ്റെ ഫലം ഇന്ന് ഇതുവരെ ശബരിമല സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇവരുടെ വായിൽ നിന്നൊരു വാക്ക് വന്നിട്ടില്ല. ഇവിടെ നീറ്റ് പരീക്ഷ റദ്ദായതിനെ പറ്റി അതിൻ്റെ പ്രതിഷേധത്തെക്കുറിച്ചോ KSUക്കാരന് യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒന്നും മിണ്ടായാൽ KC വേണുഗോപാലിനെ ഷർട്ടിടിക്കാനും മുണ്ടുടിക്കുകയും നടക്കുകയാണ്. KSUക്കാരൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇവർക്ക് നടക്കുകയാണ്. അതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇനി ഒറ്റ ആൾ വിചാരിച്ചാൽ സാധാരണ പ്രവർത്തകരല്ല അണിയിപ്പിക്കാൻ നടക്കുന്നത് MLA-മാരും MP-മാരും. നാണമില്ലേ ഇവർക്ക് MLA MP ആവാൻ? ജനങ്ങളുടെ വികാരമായിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരു വർഷത്തിനുള്ള ഇവർക്ക് VD സതീശൻ്റെ കാലേ വേണ്ടി വരും ഉറപ്പായിട്ടും. ഏതെങ്കിലും 2 ഇലക്ഷൻ വന്നാൽ മതി, നിയമസഭയിലെ പ്രശ്നങ്ങൾ വന്നാൽ മതി. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ ഇവർ പരിഹരിക്കും നോക്കാം. സതീശനില്ലാത്തതിൻ്റെ അഭാവം അറിയാൻ പോകുന്നത് ഇവർ പറഞ്ഞ ഇന്ദിര പരിപാടി തൊട്ട്, ഇന്ദിരയുടെ പേരിലുള്ള പദ്ധതി തൊട്ട്, പിന്നെ ബസ് ചാർജ് തൊട്ട്, ഇതെല്ലാം വേണുഗോപാൽ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് നോക്കാം. വേണുഗോപാൽ MLA-മാർക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്ന സമ്പാദ്യങ്ങളൊന്നും പോരായിരിക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അവിടെയാണ് ടെസ്റ്റ് പോയിൻ്റായിട്ട് വരാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ടെസ്റ്റ് പോയിൻ്റ് അറിയാൻ പോവാണ്. അത് നാളെ കാത്തിരുന്ന് കാണാം. ഓക്കെ, നമസ്കാരം.